ബിജു രാധാകൃഷ്ണൻ തൻ്റെ മൊഴി പീപ്പിൾ ടി വിക്ക് നൽകിയിരിക്കുന്നു. ചില കാര്യങ്ങൾ, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വലിയ കൊടിയ പീഡനങ്ങളാണ് ജയിലിൽ നടക്കുന്നത്. ഒരു സൗകര്യങ്ങളുമില്ലാതെ തൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് ബിജു രാധാകൃഷ്ണൻ. ഇതിൻ്റെ വിവരങ്ങളുമായി KG ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ആദ്യം ബിജു രാധാകൃഷ്ണൻ്റെ വാക്കുകളിലേക്ക്. ദയവ് ഇത് രക്ഷിക്കണം, എനിക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് എനിക്ക് മെഡിക്കൽ റെസ്റ്റ് ഓൾറെഡി സോളാർ കമ്മീഷൻ തന്നാണ്, അതുപോലും ഹോണർ ചെയ്യാതാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ പണിഷ്മെന്റ് ബ്ലോക്കിലാണ് ജയിലിൽ പാർപ്പിക്കുന്നത്. അങ്ങേയറ്റ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ദയവ് ഇത് ജനങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ. ഞാനിപ്പോ കോടതിയിൽ പരാതി പറയുന്നുണ്ട്, ദയവ് ഇത് കേൾക്കണം. തീർച്ചയായും ഇതിന്റെ വിശദാംശങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, ഒരു കുറ്റാരോപിതൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അനുഭവിക്കേണ്ട അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മളോട് തുറന്നു പറയുകയാണ് ബിജു രാധാകൃഷ്ണൻ. അദ്ദേഹം പറയുന്ന ശരീരഭാഷ അടക്കം വിശദീകരിക്കുമ്പോൾ വിശദാംശങ്ങളിലേക്ക്. അജിംഷാദ്, ഇന്ന് ബിജു രാധാകൃഷ്ണനെ തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകും വഴിയാണ് പീപ്പിൾ ടിവിയോട് ബിജു രാധാകൃഷ്ണൻ ഈ കാര്യം വെളിപ്പെടുത്തിയത്. തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നു, തനിക്ക് ആവശ്യത്തിന് വിശ്രമം അനുവദിക്കാതെ കോടതികളിൽ നിന്നും കോടതികളിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം ബിജു രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ പണിഷ്മെന്റ് സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നും ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് വ്യക്തമാക്കുകയുണ്ടായി. തീർത്തും അവശനായിട്ടാണ് ബിജു രാധാകൃഷ്ണനെ കാണാൻ കഴിഞ്ഞത്. കോടതിയിൽ ഇക്കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കും എന്നാണ് ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് അല്പം മുൻപ് വ്യക്തമാക്കിയത്. അജിംഷാദ്, അത് തന്നെയാണ് ദിനകർ. ഒരിക്കൽ കൂടി ബിജു രാധാകൃഷ്ണൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ബിജു രാധാകൃഷ്ണനിലേക്ക്. ദയവ് ഇത് രക്ഷിക്കണം, എനിക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് എനിക്ക് മെഡിക്കൽ റെസ്റ്റ് ഓൾറെഡി സോളാർ കമ്മീഷൻ തന്നാണ്, അതുപോലും ഹോണർ ചെയ്യാതാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ പണിഷ്മെന്റ് ബ്ലോക്കിലാണ് ജയിലിൽ പാർപ്പിക്കുന്നത്. അങ്ങേയറ്റ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ദയവ് ഇത് ജനങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ. ഞാനിപ്പോ കോടതിയിൽ പരാതി പറയുന്നുണ്ട്, ദയവ് ഇത് കേൾക്കണം. തീർച്ചയായും ബിജു രാധാകൃഷ്ണൻ, KG ദിനകർ, അതായത് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് ദയവ് ചെയ്ത് രക്ഷിക്കണമെന്നതാണ്. തൻ്റെ ജീവൻ പോലും അപകടത്തിലാണ്. നിരവധി സമ്മർദ്ദങ്ങളാണ് ബിജു രാധാകൃഷ്ണൻ മേൽ എത്തുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കുറിച്ചുള്ള ലൈംഗികമായ ദൃശ്യങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്ന് മൊഴി നൽകിയ ബിജു രാധാകൃഷ്ണന്റെ ജീവൻ ഒരു പക്ഷേ അപകടത്തിലാകുന്നു. അദ്ദേഹം കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വിധേയനാകുന്നു. ഒപ്പം ശാരീരികമായ അദ്ദേഹത്തിന് കിട്ടേണ്ട, ആരോഗ്യപരമായ അദ്ദേഹത്തിന് കിട്ടേണ്ട ചികിത്സ പോലും നിഷേധിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് പീപ്പിൾ ടിവിയോട് ബിജു രാധാകൃഷ്ണൻ. എത്രത്തോളം ഗൗരവമാണ് ഇതിന് ദിനകർ? തീർച്ചയായും അജിംഷാദ്, കൊലപ്പുള്ളികളാണ് എങ്കിൽ പോലും സാധാരണ കിട്ടേണ്ട ഒരു നീതിയുണ്ട്. ആ നീതി പോലും തനിക്ക് ലഭിക്കുന്നില്ല എന്നാണ് ബിജു രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. തീർത്തും അവശനായ നിലയിലാണ് ബിജു രാധാകൃഷ്ണനെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇക്കാര്യങ്ങളൊക്കെയും താൻ കോടതിയെ ബോധിപ്പിക്കും. താൻ ഓരോ കോടതികളിൽ നിന്നും കോടതികളിലേക്ക് തന്നെ നിരന്തരം കൊണ്ടുപോവുകയാണ്. പലപ്പോഴും രാത്രി ഉറങ്ങാൻ പോലും അനുവദിക്കാറില്ല എന്നും ബിജു രാധാകൃഷ്ണൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കെതിരെയും വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മൊഴി സോളാർ കമ്മീഷൻ മുൻപാകെ നൽകിയത്. ഈ പശ്ചാത്തലത്തിലാണ് ബിജു രാധാകൃഷ്ണന്റെ നിലപാട് ബിജു രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. തനിക്ക് വിശ്രമിക്കാൻ ഉള്ള അനുവാദം ഇല്ല, അതല്ല എങ്കിൽ തന്നെ പണിഷ്മെന്റ് സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നും ബിജു രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. ബിജു രാധാകൃഷ്ണൻ തീർത്തും അവശനായ നിലയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ജനങ്ങൾ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. താൻ കൊലപാതകയാണ് അല്ലെങ്കിൽ കൊലപാതക കുറ്റമാണോ എനിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് എങ്കിൽ പോലും തനിക്ക് ലഭിക്കേണ്ട സാധാരണ നീതി ലഭിക്കണം എന്നാണ് ബിജു രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യങ്ങളൊക്കെയും കോടതിയിൽ ബോധ്യപ്പെടുത്തും എന്നും ബിജു രാധാകൃഷ്ണൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ കോടതിയിലാണ് ബിജു രാധാകൃഷ്ണനെ ഹാജരാക്കുക. കോടതി അതിനുശേഷം ഒരുപക്ഷെ തിരികെ വീണ്ടും ഇന്ന് ജയിലിലേക്ക് തന്നെ ബിജു രാധാകൃഷ്ണനെ കൊണ്ടുപോകും. അജിംഷാദ്, തീർച്ചയായും ദിനകർ, ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ബിജു രാധാകൃഷ്ണന്റേത്. കടുത്ത സമ്മർദ്ദം അദ്ദേഹത്തിന്റെ ശരീരഭാഷകളിലും ശബ്ദത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നതാണ്. അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ, ഒരുപക്ഷെ ഇത്രയേറെ തട്ടിപ്പിനിരയായ സരിതയ്ക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ പോലും ബിജു രാധാകൃഷ്ണന് ലഭിക്കുന്നില്ല എന്ന് വിവിധ കോണുകൾ ആക്ഷേപമായി ഉന്നയിക്കുന്ന ഒരു ഘട്ടം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഗൗരവമായ ആരോപണങ്ങൾ സോളാർ കമ്മീഷന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒക്കെ പറഞ്ഞ ബിജു രാധാകൃഷ്ണന്റെ ജീവൻ അപകടത്തിൽപ്പെടുത്താൻ സ്വാഭാവികമായും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പല വിധത്തിൽ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് ബിജു തന്നെ ആരോപിച്ച സാഹചര്യം നിയമസഭയിലും പുറത്തും ബിജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സോളാറിന്റെ രണ്ടാം സമരം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം. ഒരുപക്ഷെ ഈ ഘട്ടത്തിലാണ് ബിജുവിനെതിരെയുള്ള അവകാശ നിഷേധം കൂടുതൽ പ്രസക്തമാകുന്നതെന്ന് തോന്നുന്നു. ദിനകർ,
ആജിംഷാദ് തീർച്ചയായും തനിക്ക് ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന പരാതിയാണ് ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് വെളിപ്പെടുത്തിയത്. ഒരു രീതിയിലും തന്നെ വിശ്രമിക്കാൻ അനുവദിക്കുന്നില്ല, നിരന്തരം തന്നെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാനസികമായും ശാരീരികമായും വരെ തന്നെ പീഡിപ്പിക്കുന്നു എന്നും ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇക്കാര്യം ഇന്ന് കോടതിയിൽ എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും പറയുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ശക്തമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ മൊഴിയായി നൽകിയപ്പോൾ അതിനെതിരെ ഒരുപക്ഷെ പോലീസിൽ നിന്നുള്ള പീഡനം സംബന്ധിച്ചായിരിക്കും ബിജു രാധാകൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ബിജു രാധാകൃഷ്ണന്റെ ജീവന് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞ കാര്യവും ഇവിടെ പ്രസ്താവ്യമാണ്. ഏത് രീതിയിലും അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടിയാണ് ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് ബിജു രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പശ്ചാത്തലത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്നുള്ളത് കൂടിയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് സ്വാഭാവികമായും ബിജു രാധാകൃഷ്ണനെ ഭയപ്പെടുത്തുന്നുമുണ്ട്. തന്റെ കയ്യിൽ CD ഉണ്ട്, ആ CD പുറത്ത് അല്ലെങ്കിൽ സോളാർ കമ്മീഷൻ മുൻപാകെ ഹാജരാക്കുമെന്ന് ബിജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാജരാക്കണമെന്ന് സോളാർ കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ബിജു രാധാകൃഷ്ണന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. ജീവന് വരെ ഭീഷണി ഉണ്ട് എന്ന രീതിയിലുള്ള വാക്കുകളാണ് അയാളുടെ ഭാഗത്തുനിന്നും പുറത്തു വരുന്നത്. അജിംഷാ, ദിനകർ, എപ്പോഴാണ് ഏത് കോടതിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബിജു രാധാകൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത്? ആജിംഷാദ് തിരുവനന്തപുരം JFMC 2 ബിജു രാധാകൃഷ്ണനെ അല്പം മുൻപ് കൊണ്ടുവന്നത്. JFMC 2 ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും ദിനകർ, വളരെ പ്രസക്തമാകുന്ന ചില കാര്യങ്ങൾ കൂടിയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ മറ്റ് MLA അടക്കമുള്ള UDF MLA അടക്കമുള്ളവർക്കെതിരെ ലൈംഗികമായ ദൃശ്യങ്ങൾ അടക്കം തൻ്റെ പക്കൽ ഉണ്ട് എന്ന മൊഴി തുറന്നു പറഞ്ഞതിന് ശേഷമാകും ഒരുപക്ഷെ കൊടിയ പീഡനം ഉണ്ടാകുന്നത്. അവിടെ തന്നെ ബിജു പറയുന്നുണ്ട്, തനിക്ക് ഡോക്ടറെ കാണാൻ കോടതി പോലും അനുവദിച്ച സമയമുണ്ട്, പക്ഷെ അതുപോലും നിഷേധിച്ചിരിക്കുകയാണ്. ഞാനത് കോടതിയിൽ പറയാൻ പോവുകയാണ്, ജനങ്ങൾ പ്ലീസ് ഇടപെടൂ എന്ന് അദ്ദേഹം ഇടറി പറയുന്നു. തീർച്ചയായും അജിംഷാദ്, ഒരുപക്ഷെ തന്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ട് എന്ന് ബിജുവിന് തോന്നിയ സാഹചര്യത്തിലാവാം ജനങ്ങൾ ദയവീത് ഇടപെടണം. തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, തന്റെ മാനസികമായി താൻ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് ബിജു രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. അത് ബിജുവിന്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും ദിനകർ, ദയവായി തുടരുക. ഒരിക്കൽ കൂടി ബിജു രാധാകൃഷ്ണന്റെ ആ തുറന്നു പറച്ചിൽ കേൾക്കാം. കൊടിയ പീഡനങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. ജയിലിൽ നിന്നും തനിക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെയും നിഷേധിക്കുന്നു. ആരോഗ്യപരമായി കോടതി അനുവദിച്ചതുപോലും നൽകുന്നില്ല. കടുത്ത സമ്മർദ്ദം, ജനങ്ങൾ ഇടപെടൂ എന്ന് ബിജു രാധാകൃഷ്ണൻ പീപ്പിൾ TVയോട്. ദയവ് ഇത് രക്ഷിക്കണം, എനിക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് എനിക്ക് മെഡിക്കൽ റെസ്റ്റ് ഓൾറെഡി സോളാർ കമ്മീഷൻ തന്നാണ്, അതുപോലും ഹോണർ ചെയ്യാതാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ പണിഷ്മെന്റ് ബ്ലോക്കിലാണ് ജയിലിൽ പാർപ്പിക്കുന്നത്. അങ്ങേയറ്റ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ദയവ് ഇത് ജനങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ. ഞാനിപ്പോ കോടതിയിൽ പരാതി പറയുന്നുണ്ട്, ദയവ് ഇത് കേൾക്കണം. ദയവ് ഇത് രക്ഷിക്കണം, എനിക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് എനിക്ക് മെഡിക്കൽ റെസ്റ്റ് ഓൾറെഡി സോളാർ കമ്മീഷൻ തന്നാണ്, അതുപോലും ഹോണർ ചെയ്യാതാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ പണിഷ്മെന്റ് ബ്ലോക്കിലാണ് ജയിലിൽ പാർപ്പിക്കുന്നത്. അങ്ങേയറ്റ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ദയവ് ഇത് ജനങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ. ഞാനിപ്പോ കോടതിയിൽ പരാതി പറയുന്നുണ്ട്, ദയവ് ഇത് കേൾക്കണം. ദയവ് ചെയ്ത് രക്ഷിക്കണം. കടുത്ത സമ്മർദ്ദമാണ്, അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് കൊടിയ പീഡനങ്ങളാണ് താൻ ജയിലിൽ അനുഭവിക്കുന്നതെന്ന് സോളാർ കേസിൽ നിർണായകമായ മൊഴി കൂടി രേഖപ്പെടുത്തിയ ബിജു രാധാകൃഷ്ണൻ പീപ്പിൾ TVയിലൂടെ പറയുന്നു. കടുത്ത സമ്മർദ്ദം, മുഖ്യമന്ത്രിക്ക് എതിരെ അടക്കം ലൈംഗികമായ ആരോപണങ്ങൾ അടക്കം അതിൻ്റെ CD അടക്കം തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രതി കൂടിയാണ് ബിജു രാധാകൃഷ്ണൻ. ആ ബിജു രാധാകൃഷ്ണനാണ് കടുത്ത സമ്മർദ്ദങ്ങൾ. ഒരുപക്ഷെ ഈ മൊഴി നൽകിയതിന് ശേഷം ജയിലിൽ തനിക്ക് കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നും ബിജു രാധാകൃഷ്ണൻ പറയുന്നു. വളരെ കൊടിയ പീഡനങ്ങൾക്കൊടുവിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ബിജു രാധാകൃഷ്ണൻ പീപ്പിൾ TVയിലൂടെ പറഞ്ഞു.